കിളിമാനൂരിൽ പെട്രോൾ ടാങ്കർ മറിഞ്ഞൊരു സാഹചര്യമുണ്ടല്ലോ, അത് ഗൗരവതരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ടോ? അപകടകരമായ അവസ്ഥയാണോ? ഇന്ധന ലീക്കുണ്ടോ? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്? തീർച്ചയായും മനു, ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. കിളിമാനൂർ ഭാഗത്ത് ആണ് എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന പെട്രോൾ ടാങ്കറാണ് അപകടത്തിൽപ്പെട്ടത്. ഏതായാലും അറിയാൻ സാധിച്ചത് ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്ക് ഉണ്ട് എന്ന് തന്നെയാണ്. സാരമായ പരിക്ക് മാത്രമാണ് പറ്റിയത്. മാത്രമല്ല ഇവരെ രണ്ടുപേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. മാത്രമല്ല ഈ അപകട സാഹചര്യം നിലവിലില്ല എങ്കിൽ കൂടിയും ചെറിയ രീതിയിലുള്ള വാതക ചോർച്ചയുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ കിളിമാനൂർ മണലയത്ത് പച്ചയിൽ വെച്ച് കുഴിയിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചെറുതായി ലീക്ക് ഉണ്ടായതിനെ തുടർന്ന് ഗതാഗത തടസ്സമൊന്നുമില്ല എങ്കിൽ കൂടിയും ഈ ഫയർഫോഴ്സ് സംവിധാനങ്ങളൊക്കെയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ IOCയിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. എല്ലാ നടപടികളും പുരോഗമിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ പ്രദേശത്ത്? കാരണം നിയന്ത്രിച്ച ടാങ്കർ പൂർണ്ണസ്ഥിതിയിലെത്തുമെന്ന് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. നിലവിൽ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ മഴയിൽ തെന്നി കുഴിയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മാത്രമല്ല റോഡിന് സൈഡിലായുള്ള തോടിലേക്കാണ് ഈ ഒരു ഇന്ധനം ലീക്ക് തുടർന്ന് ഇന്ധനം ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉള്ളത്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എങ്കിൽ കൂടിയും ഫയർഫോഴ്സ് സംവിധാനങ്ങളൊക്കെയും സ്ഥലത്ത് ഉണ്ട്. ഒപ്പം IOCയിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ട് തന്നെയാണുള്ളത്. നിലവിൽ ഗതാഗത തടസ്സമില്ല. 2 പേർക്ക് മാത്രമാണ് പരിക്ക് പറ്റിയത്. അപകട സാഹചര്യം നിലനിൽക്കുകയാണെങ്കിൽ അതിനുവേണ്ട നടപടികളൊക്കെയും സ്വീകരിക്കുമെന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. രാവിലെ പുലർച്ചെയായിരുന്നു സംഭവം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഇത്തരത്തിലൊരു നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. ശരി, ഓക്കെ, താങ്ക് യു മാനസയാണ് വിവരങ്ങൾ നൽകിയത്. 2 കാര്യങ്ങൾ: ഒന്ന്, നിയമസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ മറ്റൊന്ന്, കിളിമാനൂരിന് സമീപമുണ്ടായ ടാങ്കർ ലോറി മറിഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയം. അത് അവിടെ പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. അവിടെ ഈ പറയുന്നത് പോലെ IOC അധികൃതരും ഫയർഫോഴ്സും ഒക്കെ ഉണ്ട്. അവർ കാര്യങ്ങൾ വളരെ സ്മൂത്തായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു പശ്ചാത്തലം ഇല്ല എന്നത് ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്.